ഇന്നത്തെ വാർത്തകളൊക്കെ നാളത്തെ പരീക്ഷയിൽ നമ്മുടെ ചോദ്യങ്ങളാണ്. ആനുകാലികങ്ങൾ പരീക്ഷകൾക്കൊക്കെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആനുകാലികങ്ങളിലെ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റാങ്കിനെ വളരെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ പരീക്ഷകൾക്കും നമ്മൾ പറയാറുണ്ട് അവസാന ഒരു വർഷത്തെ കറണ്ട് അഫെയർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണമെന്ന്. 2026 നമ്മൾ എത്തി നിൽക്കുന്നത്. സോ 2025 എല്ലാ കറണ്ട് അഫെയർസും നമ്മൾ പഠിച്ചിരിക്കണം. സോ നമ്മുടെ എൻട്രിയുടെ ഇയർ ബുക്ക് 2025 എല്ലാ കറണ്ട് അഫെയറും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇയർ ബുക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് ലോകം, ഇന്ത്യ, കേരളം തുടങ്ങി 3 തലത്തിൽ നിന്നുകൊണ്ടുള്ള കറണ്ട് അഫെയറിന് ഈ ഒരു ബുക്കിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ലടാ, നമ്മൾ പറയുന്ന കലാ, സംസ്കാരം, സാഹിത്യം, സിനിമ, സ്പോർട്സ് തുടങ്ങി എല്ലാ മേഖലകളിലെയും ഏറ്റവും പുതിയ വിവരങ്ങൾ 2025 നടന്ന സുപ്രധാന സംഭവങ്ങളെല്ലാം തന്നെയും നമ്മുടെ ഇയർ ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സസെ പുരസ്കാരം, അതുപോലെ തന്നെ ലോകത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഇന്ത്യയിലും കേരളത്തിലും സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെയും, അതുപോലെ തന്നെ കായികമായിക്കോട്ടെ. ഇനി നമ്മൾ വരുമ്പോഴേക്കും കായികത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, കായിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സാഹിത്യ രംഗത്ത് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ സിനിമാ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ, JC ഡാനിയൽ പുരസ്കാരം അടക്കമുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പോലുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷം സിനിമാ രംഗത്ത് നടന്നിട്ടുണ്ടായിരുന്നു. കലയുടെ രംഗത്താണെങ്കിലും ഒരുപാട് പുതിയ കാര്യങ്ങൾ നടന്നു. അപ്പൊ അങ്ങനെ ഇനം തിരിച്ച്, അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ നമുക്ക് കറണ്ട് അഫെയർ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല. അപ്പോൾ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടാണ് കറണ്ട് അഫെയർ അതിന്റെ ഉള്ളിൽ വരുന്നത്. എന്നാൽ +2 ലെവൽ 10th ലെവൽ പരീക്ഷകൾക്കാണെങ്കിൽ ഇത്ര മാർക്കിന് കറണ്ട് അഫെയർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് ഈ ഇനം തിരിച്ച്, സബ്ജക്ട് തിരിച്ചുള്ള കറണ്ട് അഫെയർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ഇത് ഇൻഡെക്സ് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഏകദേശം 300-ലധികം പേജുകൾ വരുന്ന ഒരു വലിയ ഇയർ ബുക്ക് തന്നെയാണിത്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം പഠിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ വിവരങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഒരു ഇയർ ബുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പേര് ചോദിക്കും. ആ പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഈ ഇയർ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മറക്കണ്ട, 2026 ഒരുപാട് പരീക്ഷകൾ നമ്മളെ കാത്തിരിക്കുകയാണ്. കമ്പനി ബോർഡ് LGSും കമ്പനി ബോർഡ് അസിസ്റ്റന്റും തുടങ്ങി ഏറ്റവും കൂടുതൽ നിയമന സാധ്യതയുള്ള പരീക്ഷകളൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എല്ലാ പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് കറണ്ട് അഫെയർ. സോ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, പഠിക്കുക, നന്നായിട്ട് തന്നെ പോവുക. എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് വിജയങ്ങളും നൽകുന്നതാകട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.